ഫ്രണ്ട്സ് നമസ്കാരം. നമ്മൾ ഇന്ന് നടന്ന LPSAയുടെ ആൻസർ കീ നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി പ്രാചീന മലയാളമാണ് അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത്? പ്രാചീന മലയാളം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹാരപ്പൻ ജനതക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഹാരപ്പൻ ജനതക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാ? ഓപ്ഷൻ സി K3 ആണ് അല്ലേ. K3 ആണ് ഹാരപ്പൻ ജനതക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാ? K3 ആണ്. ഈ മൂന്നാമത്തെ ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. 1936 നവംബർ 12 അല്ലേ. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. നാലാമത്തെ ചോദ്യം, ഉത്തരവാദ ഭരണം നേടാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? പട്ടം താണുപിള്ളയാണ്. അഞ്ചാമത്തെ ചോദ്യം, CSIRന്റെ പൂർണ്ണ രൂപം എന്താണ്? CSIRന്റെ പൂർണ്ണ രൂപം എന്താണ്? ഏതാ? ഓപ്ഷൻ എ അല്ലേ. ഒരു LCRTയിലുണ്ട് ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ പറയുന്നത്. ഇതാ ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. നമ്മുടെ SCRTയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ളതാണ്. ആറാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ഏഴാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരൊക്കെയാ? സരോജിനി നായിഡു അലങ്കരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മഹാദേവി ചതോപാധ്യായ ഇല്ല. നെല്ലിസൺ ഗുപ്തയുണ്ട്. ആനി ബസന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 1, 3, 4 അല്ലേ. 1, 3, 4 ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം ലിപി ഏതാ? മെസോപ്പൊട്ടോമിയൻ അല്ലെ. മെസോപ്പൊട്ടോമിയൻ ആണ്. ഹൈറോഗ്ലിഫിക്സ് ആണെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടോമിയൻ ആണെങ്കിൽ ഏതാ? ക്യൂണിഫോം ആണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? ഫസ്റ്റ് തന്നെ തെറ്റാ തന്നിരിക്കുന്നത് അല്ലേ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദിന് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ആരാ? സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡ് രാജേന്ദ്ര പ്രസാദ്. എ പാസേജ് ടു ഇന്ത്യ EM ഫോസ്റ്റർ. അതെന്താണ്? ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇനി 10ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഒന്ന്, ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ട വർഷം ഏതായിരുന്നു? ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ട വർഷം 1931 അല്ലേ. 1931 ഭഗത് സിംഗിന് തൂക്കിലേറ്റുന്നത്. 2, വാഗൻ ട്രാജഡി 1921. പിന്നെ മിന്റോ മോർലി 1909. ചൗരി ചൗര പ്രക്ഷോഭം 1922. അപ്പം ഇത് ശരിയായ കാലഗണന ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ 1909 ആദ്യം വരണം. അതായത് 3 ആദ്യം വരുന്നത് ഏതാ ഉള്ളത്? ഓപ്ഷൻ ഡിയിലാണ് 3 ആദ്യം വരുന്നത്. 2 1921 വരണം. 1921 വാഗൻ ട്രാജഡി 3, 2 വരും. പിന്നെയുള്ളത് ഇതിന് ആൻസർ ഇല്ലെന്നാട്ടോ തോന്നുന്നത്. 10ാമത്തെ ചോദ്യം അവിടെ വെക്കുക. 10ാമത്തേന് ആൻസർ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരായിരുന്നു? R. ചമ്പകലക്ഷ്മിയാണ്. ഇനി 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാ? രഘുവേന്ദ്ര തൻവാർ ആണ്. ഓപ്ഷൻ ഡി രഘുവേന്ദ്ര തൻവാർ ആണ്. 13ാമത്തെ ചോദ്യം, പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കലുണ്ട്, ഭരണഘടനാ ഭേദഗതി, ബില്ലുകൾ അംഗീകരിക്കൽ. ഇതിലേതാ പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത്? ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ബില്ലുകൾ അംഗീകരിക്കൽ. 14ാമത്തെ ചോദ്യം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലേ. ഇന്ന് രാവിലെ ഈ വീഡിയോ ഇട്ടായിരുന്നു. 15ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാ? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ അല്ലെ. ഓപ്ഷൻ എ രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യം, ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലെ. ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ.
17ാമത്തെ ചോദ്യം, സാമൂഹികരണത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു. ഏതാ? ഓപ്ഷൻ ഡി ആണ്. മുകളിലുള്ളവ എന്താണ്? എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 18ാമത്തെ ചോദ്യം, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാ? കേരളമാണ് അല്ലെ? കേരളമാണ്. 19 രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതായിരുന്നു? ഛത്തീസ്ഗഡ് ആണ് അല്ലെ? ഛത്തീസ്ഗഡ് ആണ്. ഇതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഉള്ളതാണ് കേട്ടോ. 20ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി ഉണ്ട്, ആങ്സ്ട്രോം ഉണ്ട്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, പ്രകാശവർഷമുണ്ട്. ഇതില് ശരി ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ എല്ലാ ദൂരത്തിന്റെ യൂണിറ്റുകളാണ്, ഓപ്ഷൻ ബി എല്ലാം സമയത്തിന്റെ യൂണിറ്റുകളാണ്, ഓപ്ഷൻ സി 1, 2, 3 ദൂരത്തിന്റെ യൂണിറ്റുകളും 4 സമയത്തിന്റെ യൂണിറ്റുകളുമാണ്, ഓപ്ഷൻ ഡി 2, 3 ദൂരത്തിന്റെ യൂണിറ്റുകളും 1, 4 സമയത്തിന്റെ യൂണിറ്റുകളുമാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് കേട്ടോ. എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ് എന്നുള്ളതാണ് കേട്ടോ. ഈ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ, അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ചിലപ്പം ഉത്തർപ്രദേശ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ശതമാനാടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡ് ആണ്, എണ്ണമാണെങ്കിൽ അത് ഉത്തർപ്രദേശുമാണ്. ഇനി 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒരു ആപേക്ഷിക ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഇനി 22ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. CP/CV എന്ന് പറയുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ പറയുന്നത്. 23ൻ്റെ ആൻസർ ഓപ്ഷൻ സി 25 ന്യൂട്ടൺ എന്നുള്ളതാണ്. 24ൻ്റെ ആൻസർ ഓപ്ഷൻ എ -4 ആണ്. 25ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആട്ടോ. 25ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി അതിൻ്റെ ആൻസർ വരിക. 26 ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വിറ്റ്സ്റ്റൺ ബ്രിഡ്ജാണ്. ജി എന്നത് ഒരു ഗാൽവനോമീറ്ററുമായാൽ ഇതിൻ്റെ ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ് കേട്ടോ. 0 ആംപിയർ ആണ്. 27 കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എക്സ്പോസാറ്റ് അല്ലേ, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമായിരുന്നു ഇത്, എക്സ്പോസാറ്റ്. 28ാമത്തെ ചോദ്യം, സൂര്യനെക്കുറിച്ച്, അതായത് നമ്മൾ ആദിത്യ L1 എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ആദിത്യ L1 ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിൽ 7 പെലോഡുകളുണ്ട്. ഇത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അല്ലേ. 29ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന ഉപശല്ലുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്? നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് ഏതാ? ഓപ്ഷൻ എ അല്ലെ, 3D എന്ന് വരും. 30ാമത്തെ ചോദ്യം, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലേ, 16ാം ഗ്രൂപ്പ് അല്ലേ, 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഇനി 31ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ഒക്ടന്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഓപ്ഷൻ ബി ആണ്. ഇനി 32ാമത്തെ ചോദ്യം, STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? 2 ആണ്. 1 ആണെങ്കിൽ 22.4 ആണല്ലേ, 2 ആണെങ്കിൽ ഇത് വരും 44.8 വരും. 33ാമത്തെ ചോദ്യം, ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്. 34ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാ? ഓപ്ഷൻ HG സെൽ അല്ലെ, ഓപ്ഷൻ സി ആ വരും, മെർക്കുറി സെൽ എന്ന് വരും അല്ലേ. ഇനി 35ാമത്തെ ചോദ്യം, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാ? നിക്ക് മോനെ എന്ന് പഠിക്കാറുണ്ടല്ലേ, നിക്കലാണല്ലേ. ഇനി 36ാമത്തെ ചോദ്യം, ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗ്രഹ വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി 37ാമത്തെ ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായിട്ട് വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 8ാമത്തെ ചോദ്യം, ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം ഏതാ? ഓപ്ഷൻ ബി പ്ലിയോട്രോപ്പിസം ആണ്. 39 ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി കാർൾ ലിനീസ്. 40 ജേക്കബ്സൺ ഓർഗൻ ഏതാ? ഓപ്ഷൻ ബി ഗന്ധമാണ്.
ഇനി താഴെ പറഞ്ഞതിൽ വീഡ് കില്ലർ കിളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണല്ലേ, 2,4-D എന്നുള്ളതാണ്. ലോക അൾഷിമേഴ്സ് ദിനം 42ാമത്തെ ചോദ്യം. ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 21. 43 ഗാമ ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ ഏതാ? ഓപ്ഷൻ സി ആണല്ലേ, വൈറ്റമിൻ ഇ ആണ്. 44 ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗത്തിന്റെ ചികിത്സ ഏതാ? ഡോട്ട്സ് ആണല്ലേ. 45 ബേർഡ് ഐ ചില്ല്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനം? ബേർഡ് ഐ ചില്ല്, ബേർഡ് ഐ ചില്ലി അല്ലേ, ചില്ലിയാണ്, ചില്ലിക്ക് വയ്യല്ലേ അല്ലേ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാ കയറ്റുമതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, മിസോറാം ആണ്. 46ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 14 ലിറ്റർ. 47 ഓപ്ഷൻ എ ആണ്, 8 കേട്ടോ. 47 ഓപ്ഷൻ എ 8 ആണ്. 48ന്റെ ആൻസർ 48 ഓപ്ഷൻ ഡി 10 ഡിഗ്രി ആണ്, 10 ഡിഗ്രി. 49 ഓപ്ഷൻ സി 3 വരും. 50ാമത്തെ ചോദ്യം. 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 39 ആണ്, 39. 51ാമത്തെ ചോദ്യം. 51ൻ്റെത് ഓപ്ഷൻ സി ആണ് കേട്ടോ, 6:4:3 എന്നുള്ളതാണ്. 52ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 15. 53ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2 ആണ്. 54ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 100 ആണ് കേട്ടോ, 100 ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 32ഉം 28ഉമാണ് വരുന്നത്. 56 ഓപ്ഷൻ ബി ആണ്, 4 ലക്ഷം. 57ൻ്റെ ആൻസർ വരുന്നത് 57 ഓപ്ഷൻ സി ആണ്, 9. 58ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 8%. ഇനി 59ൻ്റെത് ഓപ്ഷൻ ബി ആണ്, 625 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ്. ഇനി 60ാമത്തെ ചോദ്യം. 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 90 ആണ്. ഇനി സൈക്കോളജിയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 61 സൈക്കോളജിയിലെ ആദ്യത്തെ ചോദ്യം. 61ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, കാൾ ഗുസ്താവ് യുങ്. ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ കാൾ ഗുസ്താവ് യങ് ആണ്. 62ാമത്തെ ചോദ്യം. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരകളിൽ ഉപയോഗിച്ച്. ഓപ്ഷൻ സി ആണ് കേട്ടോ, വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. 63ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സമയോചനമാണ്. ഓപ്ഷൻ ബി സമയോചനമാണ്. 64ൻ്റെ ആൻസർ വരുന്നത് ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരായിരുന്നു എന്നുള്ളത്. ഓപ്ഷൻ എ ആട്ടോ, ഓപ്ഷൻ എ കാൾ ലാഷ്ലി ആണ് കേട്ടോ, കാൾ ലാഷ്ലി ആണ്. 65ാമത്തെ പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം ഇവയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1854 വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 66 ഭൂതയ, അക്രമരഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. ഓപ്ഷൻ എ ആണ് കേട്ടോ, മുഖ്യ സവിശേഷതകളാണ്. ഓപ്ഷൻ എ ആണ് മുഖ്യ സവിശേഷതകൾ. 67 ദ നാച്ചർ ഓഫ് പ്രജുഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്, ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ട് ആണ്. 68ാമത്തെ ചോദ്യം. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏതുതരം ജന്മവാസനയിൽ പെടുന്നതാണ്? ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏതുതരം ജന്മവാസനയിൽ പെടുന്നതാണ്? ഓപ്ഷൻ എ ആണ്, പൈതൃക വാസനയാണ്. ഓപ്ഷൻ എ പൈതൃക വാസന. 69 അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിന്റെ വിഭജനത്തിൽ പെടാത്തത് ഏതാ? ഓപ്ഷൻ സി ആണ്, ധാരണമാണ്. ഓപ്ഷൻ സി ധാരണമാണ്. 70ാമത്തെ ചോദ്യം. ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓപ്ഷൻ ബി അല്ലേ, ലോറൻസ് കോൾബർഗ് ആണ്. ഓപ്ഷൻ ബി ആണ്, ലോറൻസ് കോൾബർഗ്. 71 നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നു എന്നതിനെ പറയുന്നത് എന്താ? ഓപ്ഷൻ എ ആണ്, പഠനാന്തരണം. ഓപ്ഷൻ എ പഠനാന്തരണമാണ്. 72ാമത്തെ ചോദ്യം. ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്, സാമൂഹ്യജ്ഞാന നിർമ്മിതി എന്നുള്ളതാണ്. ഓപ്ഷൻ എ സാമൂഹ്യജ്ഞാന നിർമ്മിതി. 73ാമത്തെ ചോദ്യം. താഴെ പറഞ്ഞതിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ
ഉൾപ്പെടാത്തതാണ് അല്ലെ. ഉൾപ്പെടാത്തത് ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സംവാദാത്മക പഠനമാട്ടോ. ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. 74ാമത്തെ ചോദ്യം. 74 മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായിക്കൊണ്ട് തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം എന്ന് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ തത്വചിന്തകൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, പ്ലേറ്റോയാണ് കേട്ടോ, പ്ലേറ്റോയാണ്. 75ാമത്തെ ചോദ്യം. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, NIMH ആണ്, NIMH ആണ്. 76 ഗസ്റ്റാഡോ മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, CL ഹാൾ ആണ് കേട്ടോ, CL ഹാൾ ആണ്. 77 ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായിട്ടാ? ഓപ്ഷൻ എ ആണ് കേട്ടോ, വൈകാരിക വികാസമാണ്. ഓപ്ഷൻ എ വൈകാരിക വികാസം. 78 ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാ? ഓപ്ഷൻ ഡി ഓർമ്മയാണ് കേട്ടോ, ഓപ്ഷൻ ഡി ഓർമ്മയാണ്. 79ാമത്തെ ചോദ്യം. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്, മിനോസോട്ട മാനുവൽ ഡെക്സ്റ്റിരി ടെസ്റ്റ് എന്നുള്ളതാണ്. 80ാമത്തെ ചോദ്യം. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായിട്ടും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഡാനിയൽ ഗോൾമാൻ ആണ്. ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ ആണ്. ഇനി 10 മാത്സും ഉണ്ട്, 10 മലയാളവും ഉള്ളത്. ആദ്യം മാത്സ് അല്ല, ഇംഗ്ലീഷും പിന്നെ 10 മലയാളവും. ഫസ്റ്റ് ഇത് പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 81, 82, 83 എന്ന് പറയുന്നത്. ഏതാ ഫസ്റ്റത്തേൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ, 81 സി ആണ്. 82ൻ്റെതും ഓപ്ഷൻ സി ആട്ടോ വരുന്നത്, 82ൻ്റെതും സി ആണ് വരുന്നത്. 83 ഓപ്ഷൻ എ ആണ്, മേ കണ്ടിന്യൂ എന്നുള്ളതാണ്. ഓപ്ഷൻ എ മേ കണ്ടിന്യൂ എന്നുള്ളതാണ്. 84ൻ്റെ ആൻസർ 84 ഓപ്ഷൻ ബി ആണ്. 85 ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ ഡി റീച്ച്ഡ്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്ട്രോങ് ബിലീഫ്. 89 ഓപ്ഷൻ എ ലിസണിങ് ആൻഡ് റീഡിങ്. 90 ഓപ്ഷൻ സി ആണ്, ഇൻറ്റലിജിബിലിറ്റി എന്നുള്ളതാണ്. ഇനി 91ാമത്തെ ചോദ്യം. ഇനി മലയാള ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ്. 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കുഞ്ഞുണ്ണിയാണ്. 92 കേരള മുപ്പസോങ്ങര തകഴിയാണ്. 93 കേരള സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് വാഴ്ത്തപ്പെട്ട പൂച്ച. 94 ഓപ്ഷൻ ബി മേശയാണ്. 95 മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ ചേർന്നാൽ മണിപ്രവാളം. ഓപ്ഷൻ സി സംസ്കൃതമാണ്. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഓപ്ഷൻ എ രവിയാണ്. 97ാമത്തെ ചോദ്യം. ശ്രവണ നൈപുണ്യ വികാസത്തിനായിട്ട് ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയുള്ള നിങ്ങളുടെ പ്രതികരണം എന്താ? ഓപ്ഷൻ ഡി ശരിയായിരുന്നു കേട്ടോ. 98 കൈകൊണ്ട് കീറുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നു. ഇത് ഏത് വികാസ മേഖലയുമായിട്ടാ? ഓപ്ഷൻ സി ആണ്, ശാരീരിക ചാലക വികാസമാണ്. 99 ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതാ? ആശയ അവതരണ രീതിയാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. 100ാമത്തെ ചോദ്യം. 100ന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മേൽ സൂചിപ്പിച്ചവയെല്ലാം എന്താണ്? ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ.